Good morning. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈനർ വേരിയേഷൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇക്വാലൻസ് ഓഫ് ക്ലാസസ് ഓഫ് ഓട്ടോമാറ്റ. ഇക്വാലൻസ് ഓഫ് ക്ലാസസ് ഓഫ് ഓട്ടോമാറ്റ. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. Two automata are equivalent if they accept the same language. Consider two classes of automata C1 and C2. If for every automaton M1 in C1 there is an automaton M2 in C2 such that L of M1 equal to L of M2. അപ്പോൾ നമ്മൾ ഒരു രണ്ട് ഓട്ടോമാറ്റ ഇക്വാലൻ്റ് ആണെന്ന് എപ്പോഴാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓട്ടോമാറ്റയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജസ്, രണ്ട് ഓട്ടോമാറ്റ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലാംഗ്വേജസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഓട്ടോമാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് സെക്കൻഡ് ഓട്ടോമാറ്റിക്കും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വാലൻ്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഓട്ടോമാറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു M1 എന്ന് പറയുന്ന ഓട്ടോമാറ്റ ഉണ്ട് C1 കറസ്പോണ്ടിങ് ആയിട്ട്, അതുപോലെ M2 എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റ ഉണ്ട് C2 കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ അവർ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് L of M1 ഉം L of M2 ഉം ഈക്വൽ ആണെങ്കിൽ ആ ഓട്ടോമാറ്റൻ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. We say that C2 is at least as powerful as C1 if the converse also hold, and for every M2 in C1 there is an M1 in C1 such that L of M1 equal to L of M2. We say that C1 and C2 are equivalent. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, C1 ഉം C2 ഉം ഇക്വാലൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇക്വാലൻസ് ഓഫ് ഓട്ടോമാറ്റ എന്നുള്ള കേസിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NFAയും DFAയും ഇക്വാലൻ്റ് ആണെന്നൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഇക്വാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് സിമുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഈ ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റൻസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, let M be an automaton, we say that another automaton M cap can simulate a computation of M if M can mimic the computation of M in the following manner. Let D0, D1, etc. be the sequence of instantaneous descriptions of the computation M. That is D0 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, then set of operations M D1 ചെയ്യുന്നു, then D1നെ മാറ്റിയിട്ട് M2 D2 അങ്ങനെ ചെയ്ത് നമ്മൾ M DNനിൽ എത്തുന്നു. Then M can simulates the computations if it carries out a D0 cap എന്ന് പറയുന്നത് M cap D1 cap അങ്ങനെ ഒരുപാട് കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നു. Where D0 cap D1 cap are instantaneous descriptions such that each of them is associated with a unique configuration of M. അത് നമുക്ക് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം അല്ലേ, അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ടെക്നിക്കാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ M എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റൻ, ഇപ്പോൾ ഒരു DFA NFA എന്നൊക്കെ പറയുന്ന പോലെ ഒരു M എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റൻ നമ്മുടെ കയ്യിലുണ്ട്. വി സേ ദാറ്റ് നമുക്ക് വേറെ ഒരു ഓട്ടോമാറ്റൻ M cap എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റൻ കമ്പ്യൂട്ട് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ എമ്മിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ അവർ മിമിക് ചെയ്യുകയാണ്. M ക്രിയേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് M cap ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുമല്ലോ, ഇവിടെ D0 Q1 Q0 Q0 Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ്സ്, ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഇല്ലേ, അതുപോലെ കൊടുത്തതാണ്. Q0 Q1 എന്ന് പറയുന്ന പോലെ D0 D1 എന്ന് പറയുന്ന സ്റ്റേറ്റ്സ് ആണ് നമ്മളിവിടെ ഉള്ളത്. ദെൻ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ Q0 നോർമലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് Q0 വെച്ചിട്ടാണ്. ഇപ്പം ഇവിടെ അതിന് പകരം D0 എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സാധാരണ എങ്ങനെ നമ്മൾ എഴുതലുണ്ട്, അതിന് Q0 മാറ്റിയിട്ട് AQ1, അത് മാറ്റിയിട്ട് ചിലപ്പോൾ AQ2 അങ്ങനെ ആയിരിക്കും നമ്മളെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ പോകൽ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതിയതാണ്. അപ്പോൾ അങ്ങനെയാണ്. ദെൻ M ക്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇതിൻ്റെയൊക്കെ മിമിക് ചെയ്തത് D0 ക്യാപ്പിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷന്, അതായത് D0ന് പകരം D0 ക്യാപ്പ് വന്നു, എമ്മിന് പകരം M ക്യാപ്പ് വന്നു, D1ന് പകരം D1 ക്യാപ്പ് വന്നു. അപ്പോൾ അതിനൊന്ന് മിമിക് ചെയ്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സിമിലർ ടു M ആണെന്നുള്ള രീതിയിലാണ് വരുന്നത്. In other words, if we know the computation carries out by M cap, we can determine from it exactly what computation
M would have done. അതായത് നമ്മൾ എം ക്യാപ്പിൻ്റെ കമ്പ്യൂട്ടേഷൻസ് എന്തായിരിക്കും എന്ന് നമുക്ക് എമ്മിൻ്റെ കമ്പ്യൂട്ടേഷൻ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ given the corresponding starting configuration നമ്മൾ എമ്മിൻ്റെ corresponding starting configuration വെച്ചിട്ട് അത് എം ക്യാപ്പിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ note that the simulation of single move di അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ആണ് എം ഡി ഐ പ്ലസ് 1 ഓഫ് എം എ involve several moves of m cap. The intermediate configurations in di cap star m cap di star plus 1 may not correspond to any configuration of m, but this does not affect anything if we can tell which configuration of m cap are relevant. As long as we can determine from the computation of m cap that m would have done, the simulation is proper. If m cap can simulate every computation of m, we say that m can simulate m. It should be clear that m cap can simulate m, then matters can be arranged so that m and m cap accept the same language and the two automaton are equivalent. To demonstrate the equivalence of two classes of automata, we show that for every machine in one class there is a machine in the second class capable of simulating it and vice versa. സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ എം എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റൺ ഉണ്ട്, എം ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റൺ ഉണ്ട്. ദെൻ എം ക്രിയേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ Q0 Q1 Q2 Q3 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ എം ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ടാവും. ഇപ്പം എ റേസ് ടു എൻ ബി റേസ് ടു എൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എമ്മിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ അതിൻ്റെ കോപ്പി ഒരു മിമിക് ചെയ്യുന്ന പോലത്തെ ഒരു ഓട്ടോമാറ്റൺ എം ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റൺ കൂടി നമ്മളെ കയ്യിലുണ്ട്. ആ എം ക്യാപ്പിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എം ചെയ്യുന്ന അതേ മെത്തേഡിലായിരിക്കില്ല. ഇപ്പം എം ഒറ്റ സ്റ്റെപ്പ് കൊണ്ടോ രണ്ട് സ്റ്റെപ്പ് കൊണ്ടോ എ റേസ് ടു എൻ ബി റേസ് ടു എൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ എം ക്യാപ്പ് എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റെപ്പ് ചെയ്തിട്ടായിരിക്കും എ റേസ് ടു എൻ ബി റേസ് ടു എൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലെത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഇവിടെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾക്ക് Q0 ഇംപ്ലൈസ് എ Q1 എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എമ്മിലെത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ബട്ട് എം ക്യാപ്പിലെത്തുന്ന സമയത്ത് നമുക്ക് Q0 ഡയറക്റ്റ് ഇംപ്ലൈസ് എന്ന് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു സെറ്റ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ട്രാൻസിഷൻസ് കഴിഞ്ഞിട്ടാകുമ്പോഴാണ്, ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻസ് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് എ Q1 എന്ന് പറയുന്ന ട്രാൻസിഷനിൽ എത്തുന്നത്. ബട്ട് എന്തുണ്ട്, എ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എമ്മും എത്തുന്നുണ്ട്, അതുപോലെ തന്നെ എം ക്യാപ്പും എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അതായത് എ റേസ് ടു എൻ ബി റേസ് ടു എൻ എന്ന് പറയുന്ന ലാംഗ്വേജ് ഇതും ജനറേറ്റ് ചെയ്യും, ഇതും ജനറേറ്റ് ചെയ്യും. ഇത് കുറച്ച് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കൂടുതൽ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും ഇവിടെയും എ റേസ് ടു എൻ ബി റേസ് ടു എൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെയും എ റേസ് ടു എൻ ബി റേസ് ടു എൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ലാംഗ്വേജ് ക്രിയേറ്റഡ് ബൈ എൽ ഓഫ് എം വൺ, അതായത് ലാംഗ്വേജ് ക്രിയേറ്റഡ് ബൈ എം വണ്ണും അതുപോലെ തന്നെ ലാംഗ്വേജ് ക്രിയേറ്റഡ് ബൈ എം ടുവും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, നമുക്ക് എം വൺ എന്ന് പറയുന്ന ഓട്ടോമാറ്റനും എം ടു എന്ന് പറയുന്ന ഓട്ടോമാറ്റനും ഇക്വാലൻ്റ് ആണെന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ തിയറം വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്.